ഓംകാരനാദ ബ്രഹ്മമേ ആത്മാവിലോങ്കാരനാദ ബ്രഹ്മമേ ഓംകാരനാദ ബ്രഹ്മമേ ആത്മാവിലോങ്കാരനാദ ബ്രഹ്മമേ ഓംകാരനാദ ബ്രഹ്മമേ. ആങ്കാരമാകും മായ തന്നോടു ചേർന്നു നിന്നു ആങ്കാരമാകും മായ തന്നോടു ചേർന്നു നിന്നു ഓങ്കാര ശബ്ദം ശക്തി കർമ്മം തുടർന്നു വന്നു ഓങ്കാര ശബ്ദം ശക്തി കർമ്മം തുടർന്നു വന്നു ഓങ്കാരനാദ ബ്രഹ്മമേ ആത്മാവിലോങ്കാരനാദ ബ്രഹ്മമേ ഓങ്കാരനാദ ബ്രഹ്മമേ. നാദം അതിങ്കൽ നിന്ന് ജ്ഞാനമുദയമായി ജ്ഞാനം രൂപം ധരിച്ച് കർമ്മലോകമുണ്ടായി നാദം അതിങ്കൽ നിന്ന് ജ്ഞാനമുദയമായി ജ്ഞാനം രൂപം ധരിച്ച് കർമ്മലോകമുണ്ടായി കർമ്മ കായങ്ങളെല്ലാം ആങ്കാരത്തിൽ നിന്നുണ്ടായി കർമ്മകായങ്ങളെല്ലാം ആങ്കാരത്തിൽ നിന്നുണ്ടായി കർമ്മം തുടർന്നിടുവാൻ ശക്തിയുദയമായി കർമ്മം തുടർന്നിടുവാൻ ശക്തിയുദയമായി ഓങ്കാരനാദ ബ്രഹ്മമേ ആത്മാവിലോങ്കാരനാദ ബ്രഹ്മമേ ഓങ്കാരനാദ ബ്രഹ്മമേ ആത്മാവിലോങ്കാരനാദ ബ്രഹ്മമേ. ഇല്ലാത്ത ഈ സന്നിധിയിൽ എല്ലാം ഉളവാക്കി തന്നു ദൈവം ഒന്നുമില്ലാത്ത ഈ സന്നിധിയിൽ എല്ലാം ഉളവാക്കി തന്നു ദൈവമേ അങ്ങയെ കാരുണ്യമോർക്കുമ്പോൾ കണ്ണുനീരോടെ സ്തുതിച്ചിടുന്നേ ദൈവമേ അങ്ങയെ കാരുണ്യമോർക്കുമ്പോൾ കണ്ണുനീരോടെ ഒന്നുമില്ലാത്ത ഈ സന്നിധിയിൽ എല്ലാം ഉളവാക്കി തന്നു ദൈവമേ അങ്ങയെ കാരുണ്യമോർക്കുമ്പോൾ കണ്ണുനീരോടെ സ്തുതിച്ചിടുന്നേ ദൈവമേ ദൈവമേ
ദൈവത്താലല്ലാതെ ഈ വിധം രക്ഷിപ്പാൻ ഭൂമിയിലാരാലും സാധ്യമല്ല. സർവാധികാരിയും സർവസൃഷ്ടാവുമായ ദൈവം ഈ ലോകത്തിലേക്ക് അവതാരമായി വന്ന് സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുവാനായി തീരുമാനിച്ച സമയത്ത് പ്രകാരം അവതാരമായി വന്ന ഈ കാലത്ത് സർവത്തിന്റെ ഉടമസ്ഥനാണ്, സർവാധികാരിയാണ്, സർവശക്തനാണ്, സർവരക്ഷകനാണ്. ഏത് പ്രകാരത്തിൽ ചിന്തിച്ചാലും തന്നാൽ കഴിയാത്തതൊന്നും ഇഹ പരലോകത്തിലില്ല. എന്നാൽ ഈ ലോകത്തിലേക്ക് അവതാരമായി വന്ന് ഈ ലോകത്തിന്റെ കേടുപാടുകളിൽ കൂടി സ്വയം ഇറങ്ങി സഞ്ചരിക്കാൻ താൻ തീരുമാനിച്ചു. അത് സ്വയം രുചിച്ചറിയുക, എന്നിട്ട് അതിനെ പരിഹരിക്കുക. അതായിരുന്നു തന്റെ അവതാര ഉദ്ദേശം. ആ വിധത്തിൽ ഈ ലോകത്തിൽ കൊടികുത്തി വാണിരുന്ന അടിമത്വത്തെയും അതുപോലെയുള്ള ജാതി വ്യവസ്ഥകളെയും എല്ലാം തച്ചുടയ്ക്കുവാൻ വേണ്ടി ദൈവം അതിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ ദൈവം കരുണയോടിങ്ങു താണിറങ്ങി വന്നു. പരിശോധിച്ചു ദൈവം. സർവദുഃഖത്തിനേകമാം കാരണം അജ്ഞാനമെന്നു കണ്ടറിഞ്ഞു ദൈവം. സർവദുഃഖത്തിനേകമാം കാരണം അജ്ഞാനമെന്നു കണ്ടറിഞ്ഞു ദൈവം. സർവദുഃഖത്തിനേകമാം കാരണം കണ്ടറിഞ്ഞു ദൈവം.
അജ്ഞാനമാകെ അറ്റുപോയിടുന്നു. അജ്ഞാനം മാറി ആത്മാവുണരുമ്പോൾ ജ്ഞാനസൂര്യനെ ഉള്ളിൽ തെളിയുന്നു. ജ്ഞാനസൂര്യനെ ഉള്ളിൽ അജ്ഞാനം മാറി ആത്മാവുണരുമ്പോൾ ജ്ഞാനസൂര്യനെ ഉള്ളിൽ തെളിയുന്നു. ജ്ഞാനദീപത്താൽ ജീവിക്കുന്ന ആത്മാവിൽ ദുഃഖം ലേശമടുക്കുകയില്ലല്ലോ. ജ്ഞാനദീപത്താൽ ജീവിക്കുന്ന ആത്മാവിൽ ദുഃഖം ലേശമടുക്കുകയില്ലല്ലോ. ജ്ഞാനദീപത്താൽ ജീവിക്കുന്ന ആത്മാവിൽ ദുഃഖം ലേശം അടുക്കുകയില്ലല്ലോ. ദുഃഖമില്ലാത്ത ആനന്ദവാഴ്ചയെ ദാനം ചെയ്യുന്നു സത്യശുഭാനന്ദം. ദാനം ചെയ്യുന്നു ദുഃഖമില്ലാത്ത ആനന്ദവാഴ്ചയെ ദാനം ചെയ്യുന്നു സത്യശുഭാനന്ദം. അപ്രകാരം കണ്ണുനീരിന്റെ താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന് ദുഃഖകാരണം താൻ തന്നെ സ്വയം അറിഞ്ഞതിനെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിനെ പരിഹരിക്കുന്നത്? എല്ലാ ദുഃഖങ്ങളും സ്വയം ഏറ്റെടുക്കുകയാണ്. സ്വന്തം സന്താനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലുള്ള ദുഃഖങ്ങളെ മുഴുവൻ പരിശോധിച്ച് മനസ്സിലാക്കി അത് തന്റേതാക്കി സ്വീകരിച്ച് അവരിൽ നിന്ന് ദുഃഖം ഒഴിവാക്കി അവർക്ക് സുഖം കൊടുക്കുകയാണ്. അതാണ് പാപങ്ങളെയും ശാപങ്ങളെയും വഹിച്ചൊഴിക്കുക എന്ന് പറയുന്നത്. ദുഃഖങ്ങളെയെല്ലാം വഹിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അത് കൈകൊണ്ട് വിച്ചിക്കളയുന്നതല്ല. ആ ഹൃദയതടങ്ങളിലേക്ക് അതിനെ സ്വീകരിച്ച് ആ ദുഃഖം മുഴുവൻ അനുഭവിച്ചിട്ടാണ് സന്താനങ്ങളിലേക്ക് സുഖം കൊടുക്കുന്നത്. അങ്ങനെ അപ്രകാരമുള്ള നിയമത്തോടുകൂടി ഈ ലോകത്തിലേക്ക് ആഗതനായി വന്ന പരമഗുരു ഏറ്റവും കൂടുതൽ നേരിട്ടത് സന്താനങ്ങളുടെ പട്ടിണിയാണ്.
ഏറ്റവും കൂടുതൽ നേരിട്ടത് സന്താനങ്ങളുടെ ആ പട്ടിണി. പട്ടിണി മാറ്റാൻ സ്വയം പട്ടിണി ഏറ്റെടുത്തു. ആ പട്ടിണി മാറ്റാൻ സ്വയം പട്ടിണി ഏറ്റെടുത്തു. അങ്ങനെ അനേക നാളുകൾ പട്ടിണി കിടന്ന് അങ്ങനെ അനേക നാളുകൾ പട്ടിണി കിടന്ന് ആ പട്ടിണിയുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും സ്വയം അനുഭവിച്ച് ആ പട്ടിണിയുടെ എല്ലാ ദുരിതദുഃഖങ്ങളും സ്വയം അനുഭവിച്ച് ആ കണ്ണുനീരോടുകൂടി ജീവിതം ചെയ്തതിന്റെ ഫലമായി കണ്ണുനീരോടുകൂടി ജീവിതം ചെയ്തതിന്റെ ഫലമായി ഇന്ന് ശുഭാനന്ദ സന്താനങ്ങൾക്ക് ദാരിദ്ര്യ ദുഃഖമില്ല, ശുഭാനന്ദ സന്താനങ്ങൾക്ക് ദാരിദ്ര്യ ദുഃഖമില്ല, പട്ടിണിയില്ല. പട്ടിണിയില്ല. ഈ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് കൈയടിച്ചു കേട്ടാൽ കൊള്ളാം. കഷ്ടത പട്ടിണി മാറ്റി തന്ന സർവലോകേശ്വര കൈകൊള്ളുന്നേ. കഷ്ടത പട്ടിണി മാറ്റി തന്ന സർവലോകേശ്വര കൈകൊള്ളുന്നേ. ഈ അവതാര വാഴ്ച ആരംഭിച്ച സമയം മുതൽ തിരുവതാരവാഴ്ച ആരംഭിച്ച സമയം മുതൽ എപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളും ഈ വിധത്തിലുള്ള കർമ്മങ്ങളും ചെയ്ത് എപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളും ഈ വിധത്തിലുള്ള കർമ്മങ്ങളും ചെയ്ത് സ്വയം ഈ വിധത്തിലുള്ള ദുഃഖങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വയം ഈ വിധത്തിലുള്ള ദുഃഖങ്ങളിലേക്ക് ഇറങ്ങി ശരീരപ്രകാരവും അനേകം ക്ലേശവും ദുഃഖവും രോഗവും ഒക്കെ സഹിക്കേണ്ടി വന്നു. ശരീരപ്രകാരം അനേക ക്ലേശവും ദുഃഖവും രോഗവും ഒക്കെ സഹിക്കേണ്ടി വന്നു. പരിഹാസങ്ങളേറ്റതിന് കയ്യും കണക്കുമില്ല. പരിഹാസങ്ങളേറ്റതിന് കയ്യും തന്നെ ആശ്രയിച്ചു വരുന്നവരെ മറ്റുള്ളവർ ശത്രുക്കൾ ഉപദ്രവിക്കുന്നത് കണ്ടുണ്ടായ ദുഃഖം അതിലുമേറെയാണ്. ഭഗവാനെ ആശ്രയിച്ചു വരുന്നവരെ മറ്റു ശത്രുക്കളും ഉപദ്രവിക്കുന്നത് കണ്ടുണ്ടായ ദുഃഖം അതിലേറെ. ഇങ്ങനെ എങ്ങനെ ചിന്തിച്ചാലും ലോകവശാൽ ചിന്തിച്ചാൽ ദുഃഖമല്ലാതെ ഒന്നുമില്ല. ഇങ്ങനെ ലോകവശാൽ ചിന്തിച്ചാൽ എങ്ങനെ ചിന്തിച്ചാലും ദുഃഖമല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ദുഃഖ ദുരിതങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു അവതാര വാഴ്ചയെ നിർവഹിച്ചതാ ജഗദീശ്വരൻ. അങ്ങനെ ദുഃഖദുരിതങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു തിരുവതാര വാഴ്ചയെ നിർവഹിച്ച ജഗദീശ്വരൻ ഇത് ഇത്രയും ദുഃഖമാണല്ലോ, ഇനി അങ്ങ് പോയേക്കാമെന്ന് തീരുമാനിച്ചില്ല. ഇത്രയും ദുഃഖമാണല്ലോ, ഇനി അങ്ങ് പോയേക്കാമെന്ന് തീരുമാനിച്ചില്ല. ഇത്രയും ദുഃഖത്തിന്റെ നടുവിൽ എന്റെ സന്താനങ്ങളെ ഉപേക്ഷിച്ച് പോകുവാൻ തീരുമാനിച്ചില്ല. ഇത്രയും ദുഃഖത്തിന്റെ നടുവിൽ തന്റെ സന്താനങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ അവരെ വീണ്ടെടുക്കുവാൻ, അവരെ രക്ഷിക്കുവാൻ, മേൽക്കുമേൽ ഐശ്വര്യത്തിൽ വളർത്തുവാൻ, ഉന്നതമായി ആദർശത്തെ വളർത്തുവാൻ തിരിച്ചു വന്നു, തിരിച്ചു വന്നു, തിരിച്ചറിവു നൽകുവാൻ. തിരിച്ചു വന്നു, തിരിച്ചു വന്നു, തിരിച്ചറിവു നൽകുവാൻ. ഉന്നതമാത്രാടത്തിൽ തിരിച്ചു വന്നു വാഴുന്നു. തിരിച്ചു വന്നു, തിരിച്ചു വന്നു, തിരിച്ചറിവു നൽകുവാൻ. ഉന്നതമാത്രാടത്തിൽ തിരിച്ചു വന്നു വാഴുന്നു. കഷ്ടതയുടെയും പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയൊക്കെ നടുവിൽ സന്താനങ്ങളെ ഉപേക്ഷിക്കാതെ സർവശക്തി വീണ്ടും ഉദയമായി ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനം ചെയ്തു. ഞാൻ ദേഹമല്ല വിദേഹനാണ്. ഞാൻ ഒരു മുറിയിൽ നിന്ന് മാറി മറ്റൊരു മുറിയിലേക്ക് പ്രവേശിക്കുന്ന പോലെയോ, പഴയ വസ്ത്രം മാറി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയോ, ഒരു വാഹനത്തിൽ നിന്നിറങ്ങി മറ്റൊരു വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നത് പോലെയോ ഉള്ളൂ. എന്റെ ശരീരമാറ്റം അന്നേ കൽപ്പിച്ചിരുന്നു. ആ കൽപ്പന പ്രകാരം ഉദയമായി വന്നു. ഉദയം ചെയ്തോരുടയവനെ, ഉന്നത ഭാഗ്യം തന്നവനെ. ഉദയം ചെയ്തോരുടയവനെ, ഉന്നത ഭാഗ്യം തന്നവനെ. മന്നിടമെങ്ങും നിന്നിടുന്ന ഉന്നത രൂപ കൈതൊഴുന്നേ. പ്രകാരം തിരിച്ചുദയമായി വന്നതുകൊണ്ടാണ് ഇന്നും നിങ്ങൾക്ക് എന്നെ കാണുവാനിടയാവുന്നത്. ആ ശരീരത്തിൽ വന്ന സമയത്തും വളരെ ശോച്യാവസ്ഥയിലായിരുന്നു നമ്മുടെ ഈ സ്ഥാപനം. 12 സെന്റ് സ്ഥലവും പൊളിഞ്ഞു വീഴാറായ ഒരു ആശ്രമവും ഭാഗികമായി പൊളിഞ്ഞു പോയ ഒരു ചെറിയ ഷെഡും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ.
ചെറിയ ഷെഡും മാത്രമേ ഇവിടെ ആ ഉണ്ടായിരുന്നുള്ളൂ. വിധത്തിലുള്ള ഈ സന്നിധാനത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ വിധത്തിലുള്ള ഈ തിരുസന്നിധാനത്തിലേക്ക് മഹാശക്തി തിരിച്ചു വന്നപ്പോൾ ആരും എന്നെ സ്വീകരിക്കാൻ വലുതായിട്ടുണ്ടായിരുന്നില്ല. ആരും മഹാശക്തിയെ സ്വീകരിക്കുവാൻ വളരെ വലുതായിട്ടുണ്ടായിരുന്നില്ല. കുറഞ്ഞ സാധുക്കൾ മാത്രം വളരെ കുറഞ്ഞ സാധുക്കൾ മാത്രം കണ്ണുനീരോടുകൂടി കാത്തിരുന്നു. കണ്ണുനീരോടുകൂടി അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. ഓ, അവർക്ക് അവരുടെ മധ്യത്തിലേക്ക് തമ്പുരാൻ എഴുന്നള്ളുമെന്ന് തീരുമാനിച്ചു കാത്തിരുന്നു. അവരുടെ മധ്യത്തിലേക്ക് വരുന്നവരാൻ എഴുന്നള്ളുമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം ആ തീരുമാനം തപസ്സോടുകൂടി ജീവിതം ചെയ്ത എന്റെ സന്താനങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മനസ്സോടുകൂടി ജീവൻ ചെയ്യുന്ന ഭഗവാന്റെ സന്താനങ്ങൾ അവരുടെ മധ്യത്തിലേക്ക് വന്നപ്പോഴും അവരുടെ മധ്യത്തിലേക്ക് വന്നപ്പോൾ അവർക്കും ഒന്നും കൊടുക്കുവാനില്ല, എനിക്കും ഒന്നും തരാനില്ലാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞുകൂടിയത്. അവർക്കൊന്നും കൊടുക്കുവാനില്ല, ഭഗവാനൊന്നും സ്വീകരിക്കുവാനില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോഴും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. അപ്പോൾ കണ്ണുനീരോടുകൂടി ഓ, സർവകഷ്ടനഷ്ടങ്ങളും തീർത്ത് രക്ഷിക്കണമേ, സർവ്വകഷ്ടനഷ്ടങ്ങളും തീർത്ത് രക്ഷിക്കണമേ. ആദർശത്തെ വീണ്ടെടുത്ത് രക്ഷിക്കണമേ, ആദർശത്തെ വീണ്ടെടുത്ത് അകന്നു രക്ഷിക്കണമേ. പോയവരെല്ലാം അടുത്തു കൊണ്ടുവരണമേ, കടന്നുപോയവരെല്ലാം അടുത്ത് അറിയാത്തവരെല്ലാം അറിയിക്കണമേ. അറിയാത്തവരെല്ലാം ആ അറിയിക്കണമേ. വിധത്തിൽ പ്രാർത്ഥിച്ച് 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 സന്താനങ്ങളെ വരുത്തി ആ വിധത്തിൽ പ്രാർത്ഥിച്ച് 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 സന്താനങ്ങളെ വരുത്തി. അവരോരോരുത്തരും കൊണ്ടുവന്ന് അർപ്പിച്ച നാണയത്തുട്ടുകൾ ഉറുമ്പരി ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ച് അവരോട് സമർപ്പിച്ച നാണയത്തുട്ടുകൾ ഉറുമ്പരി ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ചു വെച്ച് സൂക്ഷിച്ചു വെച്ച് സൂക്ഷിച്ചു വെച്ച് ആ വിധത്തിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ആ വിധത്തിൽ പ്രവർത്തിച്ചതിന്റെ ഇന്നീ ഫലമായി കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഇവിടെ ഉളവായി തീർന്നത്. ഈ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഇവിടെ ഉളവായി തീർന്നത്. തിരിച്ചു വന്ന് ആ ഭക്തജനങ്ങൾ വർദ്ധിക്കുകയും ഭക്തജനങ്ങൾ വന്ന് പലവിധ കാര്യങ്ങൾ ലോകത്തിൽ നടപ്പാക്കുകയും ചെയ്തപ്പോൾ പലവിധ കാര്യങ്ങൾ ലോകത്തിൽ ഓ, നടപ്പാക്കി. ഇവിടെ കള്ളനോട്ടടിയാണെന്നും ഇവിടെ കള്ളനോട്ടടിയാണ്. അതുപോലെയുള്ള പല വിക്രികളും ഇവിടെ നടക്കുന്നുവെന്നും ഒക്കെ അതുപോലെയുള്ള പല വിക്രികളും ഇവിടെ നടക്കുന്നു. ആ ആളുകൾ പരിഹസിക്കുകയും പലവിധത്തിലുള്ള പരാതികൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മത്സരിക്കുകയും പരിഹസിക്കുകയും പലവിധത്തിലുള്ള പരാതികൾ കൊടുക്കുകയും ആ അപ്പോഴും യാതൊരു ഭയവുമില്ലാതെയാണ് നാം ഇവിടെ കഴിഞ്ഞുകൂടിയത്. അപ്പോൾ യാതൊരു ഭയവുമില്ലാതെയാണ് മഹാശക്തി ഇവിടെ കഴിഞ്ഞുകൂടിയത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? സത്യമല്ലാതെ ഒന്നും ഇന്നുവരെ ചെയ്തിട്ടില്ല, സത്യമല്ലാതെ ഒന്നും ഇന്നുവരെ ചെയ്തിട്ടില്ല. നേർച്ചയല്ലാതെ ഒന്നും വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. നേർച്ചയല്ലാതെ ഒന്നും വാങ്ങി അതുകൊണ്ട് ഭക്ഷിച്ചിട്ടില്ല. എനിക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മഹാശക്തിക്കാരെ ഭയപ്പെടേണ്ട. അതുകൊണ്ട് തന്നെ ഇന്നും ഈ സന്നിധാനം ഇവിടെ സ്വർഗമായി വളരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ഈ സന്നിധാനം ഇവിടെ അങ്ങനെ സ്വർഗ്ഗമായി പരിഹാസവും ദുഷികളും എല്ലാം സ്വീകരിച്ച് അങ്ങനെ പരിഹാസവും ദുഷികളും എല്ലാം സ്വീകരിച്ച് അല്പാൽപമായി വന്ന ധനങ്ങളെ സ്വരൂപിച്ചു വെച്ച് അല്പാൽപമായി വന്ന ധനങ്ങളെ സ്വരൂപിച്ചു ഈ വെച്ച് വിധത്തിൽ ഓരോന്ന് ഒരുക്കി 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 ഇതെല്ലാം നിലനിർത്തിയിരിക്കുന്നത് ജീവിതത്തിൽ ഇതെല്ലാം ഒരുക്കി 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 നിലനിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? എന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയാണ്. ഭഗവത് സന്താനങ്ങൾക്ക് ആ ഭക്തന്മാരാണ് എന്റെ സമ്പത്ത്. ഭക്തന്മാരാണ് ഭഗവാന്റെ സമ്പത്ത്. ആ സമ്പത്ത് നഷ്ടമാകാൻ ഞാൻ അനുവദിക്കുകയില്ല. ആ സമ്പത്ത് നഷ്ടമാക്കുവാൻ മഹാശക്തി അനുവദിക്കില്ല. അനേക കർമ്മങ്ങളിലൂടെ അനേക കർമ്മങ്ങളിലൂടെ ഒരു ഭക്തനെ ഞാൻ വിശ്വാസിയാക്കി എടുക്കുമ്പോൾ ഒരു ഭക്തനെ ഭഗവാൻ വിശ്വാസിയാക്കി ആ എടുക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കത്തക്ക വിധം ആരെങ്കിലും ഒരു കുൽസിത പ്രവൃത്തികൾ ചെയ്താൽ ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കത്തക്കതോ ആരെങ്കിലും ഒരു കുൽസിത പ്രവൃത്തി ചെയ്താൽ ഒരിക്കലും ഞാൻ അവരോട് ക്ഷമിക്കുകയില്ല. ഒരിക്കലും ഭഗവാനോട് ക്ഷമിക്കുകയില്ല. എന്തെങ്കിലും ഒരു ധനം നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നഷ്ടം വന്നാൽ അതിനൊക്കെ പരിഹാരമുണ്ട്. എന്തെങ്കിലും ധനം നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടം വരുത്തിയാൽ അങ്ങനെ അതിനൊക്കെ പരിഹാരമുണ്ട്. നഷ്ടപ്പെടുത്താമെന്നല്ല, അഥവാ അങ്ങനെ വന്നാലും അതിനൊക്കെ പരിഹാരമുണ്ട്. അഥവാ അങ്ങനെ വന്നാലും അതിനൊക്കെ പരിഹാരമുണ്ട്. കാരണം അതൊക്കെ ഉണ്ടായതാണ്, ഒരിക്കലും ഇല്ലാതാവുന്നതാണ്. കാരണം അതൊക്കെ ഉണ്ടായതാണ്, ഒരിക്കലും ഇല്ലാതെയാണ്. എന്നാൽ എന്റെ ഭക്തന്മാരുടെ ഹൃദയത്തെ മലീമസമാക്കുന്ന എന്തെങ്കിലും വാക്കോ ചിന്തയോ കടത്തിവിട്ടാൽ എന്നാൽ ഭഗവാന്റെ ഭക്തഹൃദയങ്ങളെ മലീമസമാക്കുന്ന എന്തെങ്കിലും ചിന്തയോ വാക്കോ കടത്തിവിട്ടാൽ അത് ഞാൻ സഹിക്കുകയില്ല, പൊറുക്കുകയില്ല. അത് ഭഗവാൻ സഹിക്കുകയില്ല, പൊറുക്കുകയില്ല. കാരണം ഓരോ ഹൃദയങ്ങളെയും ഞാൻ ഒരുക്കുന്നത് അത് കാരണം ഓരോ ഹൃദയങ്ങളെയും ഭഗവാൻ ഒരുക്കുന്നത് എനിക്ക് അധിവസിച്ച് ആനന്ദിക്കുവാൻ വേണ്ടിയാണ്. ഭഗവാൻ അധിവസിച്ച് ആനന്ദിക്കുവാൻ വേണ്ടി. ഭക്തന്മാരോടൊത്തു ചേർന്നു ആനന്ദിക്കും പരമഗുരു. ഓ ഭക്തന്മാരോടൊത്തു ചേർന്നു ആനന്ദിക്കും പരമഗുരു. ഓ പരിശുദ്ധമാം ഹൃദയമല്ലോ ഭക്തന്മാരായി കാൺമത്. പരിശുദ്ധമാം ഹൃദയമല്ല
ക്ഷമിക്കുകയില്ല, പൊറുക്കുകയില്ല, സഹിക്കുകയില്ല ദൈവം താൻ. ക്ഷമിക്കുകയില്ല, സഹിക്കുകയില്ല, പൊറുക്കുകയില്ല ദൈവം താൻ. ക്ഷമിക്കുകയില്ല, സഹിക്കുകയില്ല, പൊറുക്കുകയില്ല ദൈവം താൻ. ക്ഷമിക്കുകയില്ല, സഹിക്കുകയില്ല, പൊറുക്കുകയില്ല ദൈവം താൻ. പരിശുദ്ധമാം ഹൃദയത്തിൽ അങ്ങേ ഗോപിച്ചു ആനന്ദിപ്പാൻ. പരിശുദ്ധമാം ഹൃദയത്തിൽ അങ്ങേ ഗോപിച്ചു ആനന്ദിപ്പാൻ. ആഗ്രഹിച്ചു ഒരുക്കിടുന്നു പരിശുദ്ധമാം ഹൃദയത്തെ. ആഗ്രഹിച്ചു ഒരുക്കിടുന്നു പരിശുദ്ധമാം ഹൃദയത്തെ. മലിനമാക്കി കളയരുതേ, അജ്ഞാനം കടത്തരുതേ. മലിനമാക്കി കളയരുതേ, അജ്ഞാനം കടത്തരുതേ. ആനന്ദ രാജ്യത്തിലെത്താൻ ഏകമാർഗം ഇതു തന്നെ. ആനന്ദ രാജ്യത്തിലെത്താൻ ഏകമാർഗം ഇതു തന്നെ. മലിനമാക്കി കളയരുതേ, അജ്ഞാനം കടത്തരുതേ. മലിനമാക്കി കളയരുതേ, അജ്ഞാനം കടത്തരുതേ. ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ ഹൃദയങ്ങളെ ഒരുക്കുന്നത്. അതിലേക്ക് ഈ മാലിന്യങ്ങൾ കടത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് സഹിക്കുകയില്ല. കാരണം അത്രത്തോളം ത്യാഗം സഹിച്ചാണ് ഈ ഹൃദയങ്ങളെ ഒരുക്കുന്നത്. ഇപ്പോ നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാവരും ഉത്രാട പൂജ ഒരുക്കി ഓണക്കാഴ്ചകൾ സമർപ്പിച്ചവരാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് ആരെങ്കിലും മുകളിൽ നിന്ന് അശരീരിയായി കൊണ്ടുവന്ന് തന്ന ഒരു അറിവാണോ? ആണോ? അങ്ങനെ കിട്ടിയ അറിവാണോ? അല്ല, ഗുരുവരൻ അവതാരമായി നിന്ന് അറിയിച്ച അറിവാണ്. സർവൈശ്വര്യങ്ങളും നന്മയും ഓരോ ഭവനത്തിലും കളിയാടി വിളയാടി നിലകൊള്ളുവാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ ഇങ്ങനൊരു നിയമം ഈശ്വരനാൽ നിയോഗിച്ച് അറിയിച്ച അറിവാണ് ഉത്രാട പൂജ. ആ ഉത്രാട പൂജയാണ് നിങ്ങൾ അനുഷ്ഠിച്ചത്. ഈ വിധത്തിൽ ഓരോന്ന് ഒരുക്കുന്നത് ഹൃദയ ശുദ്ധീകരണത്തിനുകൂടി വേണ്ടിയാണ്. ആ ഉന്നതമായ ഒരുക്കങ്ങളെ നിങ്ങൾ ഓരോരുത്തരും സശ്രദ്ധം ചെയ്യുമ്പോൾ ഈ സാധന സാമഗ്രികൾ ഇവിടെ എത്തിക്കുന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക നിർമ്മലത്വവും പരിശുദ്ധീകരണവും നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് കൈ ഉയർത്തിക്കണ്ടാകും. ഇത് നിത്യസത്യമാകുന്ന ഈശ്വരന്റെ തിരുകർമ്മങ്ങളുടെ പ്രത്യേകതയാണ്. ആ പരമഗുരുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിന്റെ ഫലമാണ്. ആ വിധത്തിൽ നിയമാനുഷ്ഠാനങ്ങളിലൂടെ ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു ഹൃദയത്തെ ഒരിക്കലും മലീമസപ്പെടുത്തുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ അവരോട് പൊറുക്കുകയില്ല. ഒരിക്കലും പൊറുക്കുകയില്ല. അപ്പൊ അങ്ങനെ ഓരോ വിധത്തിലുമുള്ള ഒരുക്കങ്ങളോടുകൂടി ശ്രദ്ധയോടുകൂടി ഓരോ കർമ്മങ്ങൾ ഏറ്റെടുത്ത് ആ ഉത്രാടത്തിൽ ഇരുന്നു കൊണ്ട് അനേകം ത്യാഗകർമ്മങ്ങൾ അനുഷ്ഠിച്ചു.
ഉത്രാടത്തിലും വാണിൽ നിന്നുകൊണ്ട് അനേകം ത്യാഗകർമ്മങ്ങൾ, അക്കാലത്തും വളരെയേറെ പട്ടിണിയൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അക്കാലത്തും വളരെയേറെ പട്ടിണികളൊക്കെ സഹിക്കേണ്ടി, ആദ്യകാലത്ത് കൂടെ നിന്ന് പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് കൂടെ നിന്ന് പട്ടിണി, തിരിച്ചെഴുന്നള്ളി വന്ന ആ ശരീരത്തിലേക്ക് ഉദയമായപ്പോഴും അനവധി സമയം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ശരീരത്തിലേക്ക് ഉദയമായപ്പോഴും അനേക സമയം പട്ടിണി കിടക്കേണ്ടതായി വന്നു. അവിടെ നിന്ന് പ്രവർത്തിച്ച് ലോകോത്തരമായി പല കാര്യങ്ങളും നടത്തി, ലോകോത്തരമായി പല കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ ആരാധനകൾ നടത്തി, വിദേശ രാജ്യങ്ങളിലൊക്കെ ആരാധന, വിദേശ മണ്ണിലേക്ക് ഓരോ ഭക്തന്മാരെ പറഞ്ഞയച്ചു. വിദേശ മണ്ണിലേക്ക് ഓരോ ഭക്തന്മാരെ പറഞ്ഞയച്ചു. ഓരോരുത്തരും ഇവിടെ ദക്ഷിണ അർപ്പിച്ചു അങ്ങനെ പോകുമ്പോ കുഞ്ഞെ ജോലി വല്ലതും ആയോ? ഓരോരുത്തരും ദക്ഷിണ അർപ്പിച്ചു പോകുമ്പോൾ കുഞ്ഞെ ജോലി വല്ലതും ആയോ? ഇല്ലേ, ഒന്നും ആയില്ലേ. എന്തോരം പഠിച്ചു? 10ാം ക്ലാസ് ജയിച്ചില്ലേ? കുഞ്ഞങ്ങ് ഒരുങ്ങിക്കോ, നാളെ ദുബൈയിലേക്ക് പോയിക്കോ. ഇത് ആ കൽപ്പനയാണ്. ആ കൽപ്പനയെ കേട്ടുകൊണ്ട് ഇവരിങ്ങനെ അന്താളിച്ചിരിക്കോ, 10ാം ക്ലാസ് പാസ്സാവാത്ത ഞാൻ എങ്ങനെയാ ദുബായിക്ക് പോകുന്നത്? പക്ഷെ അതിനുള്ള മാർഗം അപ്പോഴങ്ങ് ഒരുങ്ങുകയാണ്. അപ്പോ വീട്ടിലോട്ട് ചെല്ലുമ്പോ ഒരാൾ ചോദിക്കുകയാണ്, കുഞ്ഞെന്തോ ആയി, എങ്ങനെയായി, ഇതായി. ഉടനെ ചോദിച്ച് എല്ലാം എഴുതി പാസ്പോർട്ടും എടുത്ത് ആണ്ട് കൊണ്ടുപോവാണ്, ഗൾഫിലേക്ക് കൊണ്ടുപോവാണ്. ഇങ്ങനെ അത്ഭുതകരമായി അനേകം സന്താനങ്ങളെ വിദേശ മണ്ണിലേക്ക് അയച്ചു. അവരൊത്തുചേർന്ന് അവിടെ ആരാധനകൾ നടത്തി. അങ്ങനെ അത്ഭുതങ്ങളുടെ പുറത്ത് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടാണ് ആ ശരീരത്തിൽ വാണിരുന്നത്. അങ്ങനെ അനേകം സന്താനങ്ങൾ ഇവിടെ ആകർഷിക്കപ്പെട്ടു. ആ ഉന്നതമായ ശരീരവാഴ്ചയെ എപ്പോഴും നമ്മൾ ഓർക്കുകയും നന്ദിപ്പെടുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് പൂരാടത്തിലേക്ക് ഉദയമായി വന്നത്. അതിൽ ഇരുന്നുകൊണ്ട് അനേകം ത്യാഗകർമ്മങ്ങൾ സഹിക്കേണ്ടി വന്നു. അതും എണ്ണിയാലൊടുങ്ങാത്ത വിധത്തിലുള്ള ത്യാഗങ്ങളാണ് ആ ശരീരത്തിലും സഹിച്ചത്. അത് കഴിഞ്ഞ് മകയിരത്തിലേക്ക് ഉദയമായി. അതിനേക്കാൾ പ്രത്യേകതയോടുകൂടിയുള്ള ഒരു വാഴ്ചയായിരുന്നു. വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും കാണിക്കില്ല. പക്ഷേ ക്ഷണനേരം കൊണ്ടാണ് ദുഃഖങ്ങളെയും ദോഷങ്ങളെയും ഒഴിച്ചോരോ ആത്മാക്കളെയും വീണ്ടെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അത്ഭുതമായ അനുഭവം ഉണ്ടായ അനേകം ആളുകളുണ്ട്. അങ്ങനെ ഓരോ ശരീരവാഴ്ചകളെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ത്യാഗമാണ് എല്ലാത്തിലും മുഖമുദ്രയായി നിൽക്കുന്നത്. ആ മഹാത്യാഗമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ത്യാഗകർമ്മങ്ങളിലൂടെ വരുത്തിവെച്ചതാണ് ഈ ഇരിക്കുന്ന ഓരോ ഹൃദയങ്ങളും. ഈ സന്നിധാനത്തിനുള്ളിലും ഓഡിറ്റോറിയത്തിലും അതിന്റെ മധ്യത്തിലും ആ ഇടനാഴിയിലും ആശ്രമത്തിന്റെ മുൻപിലും പിന്നെ ഇതിന്റെ പുറകിലും എല്ലാം ഇരിക്കുന്നവരും സദ്യാലയത്തിലും നമ്മുടെ കാന്റീനിലുമായി നിന്ന് ഓരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും എല്ലാം ഈ വിധത്തിൽ അറിവാകുന്ന ജഗദീശ്വരൻ ത്യാഗകർമ്മം ചെയ്തിവിടെ വരുത്തിയ സന്താനങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ സ്വത്താണെന്ന് പറയുന്നത്. ഈ സത്യം നിങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ ഗുരുവിനോടുള്ള സ്നേഹവും ബന്ധവും കുറച്ചുകൂടി വർദ്ധിക്കുകയും അഴിവില്ലാത്ത ബന്ധത്തിൽ ജീവിക്കുകയും ചെയ്യും. പുറമേ പറയുമ്പോ എനിക്ക് ഗുരുവല്ല എന്റെ ഗുരു എന്നൊക്കെ പറയുമെങ്കിലും ഈ അറിവിലേക്ക് എത്തിയില്ലെങ്കിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് ചഞ്ചലപ്പെട്ടു പോകും. ചഞ്ചലം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ അറിവിലേക്ക് ഉറപ്പിക്കപ്പെടണം. അങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് ഗുരുശിഷ്യ ബന്ധത്തിൽ മരണം വരെയും ജീവിക്കുവാൻ തീരുമാനിച്ചവരൊന്ന് കൈ ഉയർത്തിക്കണ്ട. നിങ്ങളുടെ ഈ കൈകൾ ഉയർത്തി സമ്മതിച്ച ഈ സമ്മതം ജഗദീശ്വരന്റെ മുൻപാകെയാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. ഒരു നിമിഷം പോലും ഗുരുവിനെ മറന്ന് ജീവിക്കുവാൻ ഇടവരാതിരിക്കട്ടെ. നിങ്ങളെ ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് സത്യം കേട്ട് പല കാരണങ്ങളാൽ അകന്നു നിൽക്കുന്ന അനേകം ആളുകളുണ്ട്. ഇതിന്റെ ഗൗരവം അറിയാതെ അകന്നുപോയവരുണ്ട്. നിസാരമായ ചില കാരണങ്ങളാൽ അകന്നുപോയവരുണ്ട്. അവരെ ഒക്കെയും ഞാനിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? സത്യമാകുന്ന ചൂണ്ട എന്നോട് തൃക്കരത്തിലിരിക്കുമ്പോൾ
ഏതാ കൊളുത്ത്? സത്യമാകുന്ന ചൂണ്ട. ചരട് ആരുടെ കയ്യിലാ? പരമഗുരുവിന്റെ കയ്യിലാ. ഇങ്ങനെ കോടിക്കണക്കിന് അങ്ങോട്ട് കൊളുത്തി വിടും. ഇതും കൊണ്ട് കുറച്ചു ദൂരമൊക്കെ ഓടി പോകാമെന്നൊക്കെ ചിലരും വിചാരിക്കും. അങ്ങനെ പോകാൻ പറ്റുകയില്ല. ഇതിങ്ങനെ കുടുങ്ങി കിടക്കുക. പുറമേ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു വശത്തിനൊക്കെ ഊരിയം കളയാമായിരുന്നു. ഇത് പുറമേ അല്ല, അകമയാണ് കൊളുത്തിയിരിക്കുന്നത്. ആത്മാവിലാണ് സത്യം സ്ഥാപിച്ചിരിക്കുന്നത്. നിന്റെ ആത്മാവിൽ ഞാനൊരു സൃഷ്ടി നടത്തും. അതാണ് പരമാത്മ ദർശനത്തിനുള്ള ഏക വഴി. ആത്മാവ് സ്വയം ആത്മാവിനെ തിരിച്ചറിയണം. അതിനുവേണ്ടി ആത്മാവിലാണ് സത്യം സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മായയാകും മഹാസമുദ്രത്തിൽ ഓടിടുന്ന മനുഷ്യ, നീ മായയാകും ആനന്ദമോ കരയ്ക്കടുത്തു നീ ആനന്ദിക്കാതെ പോകുമോ? ഒരു കാരണവശാലും ഇത് പൊട്ടിച്ചു പോകാൻ പറ്റുന്നതല്ല. ഇന്ന് കാണുന്ന പല വിലപിടിപ്പുള്ള ടൊയിനുകളും നൂലുകളും ചൂണ്ട നൂലുകളും ഒക്കെ ഉണ്ട്. വലിയ മീൻ പോലും കടിച്ചു പൊട്ടിക്കാത്ത തരം നൂലുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് പഴക്കം ചെന്നാൽ പൊട്ടിപ്പോകും. ഒരു കൃത്യമായ ഒരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ പുതിയ നൂലിടണം, അല്ലെ അതും പൊട്ടിച്ചോണ്ട് പോകും. ഇതിനങ്ങനെ പുതുക്കവും ഇല്ല, പഴക്കവും ഇല്ല. ഇതിങ്ങനെ നിത്യമായി നിൽക്കുന്ന ചൂണ്ടയാണ്. സത്യമാകുന്ന ചൂണ്ട എന്നോട് ത്രിലോകമെല്ലാം ഓടിയാലും പോകയില്ലു സത്യമേ. കൂടുതൽ കിടന്ന് പിടയ്ക്കാതെയും കൂടുതൽ കിടന്ന് ഓടാതെയും അതിന്റെ മയത്തിനങ്ങ് നിന്നു കൊടുത്താൽ, ചാരേ നിർത്തി വേണ്ടതെല്ലാം തന്നുകൊള്ളും. ആ കാരുണ്യ തണലിൽ എന്നും സന്തോഷമായി ആനന്ദമായി ജീവിക്കാൻ കഴിയും. ഇതിലേക്ക് ഓടാൻ ശ്രമിച്ച ചെകളെയൊക്കെ കീറി ചോര വരും. അതുകൊണ്ട് അതൊന്നും വേണ്ട. സത്യം അടിസ്ഥാനമിട്ട് സൽക്കർമ്മങ്ങൾ നിത്യം ചെയ്ത് ആനന്ദരൂപനോട് ചേർന്ന് ആനന്ദിച്ചുകൊള്ളുക. ഇന്ന് നമ്മൾ ഈ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന്റെ ഓർമ്മയിൽ ഇത്ര മനോഹരമായ ഒരു ദിനത്തെ ഒരുക്കി വെച്ച് ആരാധിച്ച് ആനന്ദിച്ച് ആഹാരവും കഴിച്ച് സംതൃപ്തരായി പോകുവാനാണ് ഈ ദിവസത്തെ നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും ആഹാരമുണ്ട്, എല്ലാ ഞായറാഴ്ചയും ആരാധനയും ഉണ്ട്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി പ്രത്യേകതയോടുകൂടി വർഷത്തിൽ ഒരിക്കൽ എന്റെ സന്താനങ്ങളോടൊപ്പം ഇരുന്ന് ഓണം ഉണ്ണാൻ ഞാൻ തന്നെ നിയമിച്ച ഒരു നിയമമാണിത്. അപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്ന സാധന സാമഗ്രികളെല്ലാം ചേർത്ത് വെച്ച് ഒരുക്കി. ആരാ ഒരുക്കുന്നത്? നിങ്ങളിൽ ചിലർ ചേർന്ന് തന്നെയാണ് ഒരുക്കുന്നത്. അത് നിങ്ങൾ തന്നെ അത് വിളമ്പി മനോഹരമായതെല്ലാം ഭക്ഷിച്ച്, മനോഹരം എന്ന് പറഞ്ഞാൽ മനസ്സിന് സുഖം പകരുന്ന വിധത്തിലാവണം ഭക്ഷണം. എന്ന് പറഞ്ഞാൽ അതിന് എന്ത് സാധനം കയ്യിലേക്ക് കിട്ടിയാലും ചവയ്ക്കുക പോലും ചെയ്യാതെ അങ്ങ് വിഴുങ്ങുന്ന പ്രകൃതമാ പലർക്കും. അതിന് വലിച്ചു വാരി തിന്നുക എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെയല്ല, എന്റെ ദൈവത്തിന്റെ അമൃതാണ് എന്റെ മുന്നിൽ വിളമ്പിയിരിക്കുന്നത്. പറയാനായി വന്നു പരിഹാസം കേട്ടു, പരിശ്രമിച്ചതിൻ ഫലം അനുഭവിക്കുന്നു.
എന്റെ ദൈവം ത്യാഗം സഹിച്ച ഫലമാണ് ഈ ഇരിക്കുന്നത്. ദൈവം ത്യാഗം സഹിച്ച ഫലമാണ് ഈ. ദൈവമേ അങ്ങയുടെ തൃക്കരങ്ങളാൽ വിളമ്പിയതാണിത്. ദൈവമേ അങ്ങയുടെ തൃക്കരങ്ങളാൽ വിളമ്പിയതാണ്. ഓ അങ്ങയുടെ പ്രസാദമായ അടിയൻ ഇത് ഭവിക്കണമേ. അങ്ങയുടെ പ്രസാദമായ ആ ചിന്തയോടുകൂടി അത് ഭുജിക്കുമ്പോൾ അത് ഉള്ളും പുറവുമായ സുഖം നമ്മളിലേക്ക് തരും. അങ്ങനെ സുഖമായ ഒരു അവസ്ഥയിൽ ഒരു ആഹാരം, ആ ആശ്വാസ സ്വരൂപനാകുന്ന ജഗദീശ്വരനോട് ചേർന്നിരുന്ന് ഭക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു നിയമമാണ് നമ്മൾ ഈ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്കെല്ലാം സന്തോഷമായി ഭവിക്കട്ടെ. നമുക്ക് ഇപ്രകാരമെല്ലാം ഒരുക്കി തന്ന ഓരോ ശരീരവാഴ്ചകളെയും എപ്പോഴും നിങ്ങൾ ഓർക്കുകയും നന്ദിപ്പെടുകയും വേണം. ഇന്ന് ഈ മകയിരം പക്കനാളിൽ പ്രകാരം ഒരു ദിനം ഒത്തുവന്നപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പക്കനാൾ സ്തുതിയിലും ഇന്ന് പ്രഭാതത്തിലും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു, ഞാനിതൊരു വലിയ അനുഭവമായിട്ടാണ് കാണുന്നത്. കാരണം ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ എന്റെ സന്താനങ്ങൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഉള്ളതൊരുക്കി എല്ലാവർക്കും എത്തിക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്ത സാധുക്കളായ സന്താനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രഥമഗണനീയനായിരുന്നു സദാനന്ദ ഭക്തൻ. ആ ഓടി നടന്നിതൊന്നും നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ഓരോരുത്തരോടും പറയും, ഒരു വറ്റുപോലും കളയല്ലേ, ഓ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ, നേർച്ച വന്നതാണേ. ഇങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞു 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 ഓരോന്നും ജയിച്ചും ജയിപ്പിച്ചും ആ വിധത്തിൽ ഉന്നതമായ ഒരു വാഴ്ചയായിരുന്നു ആ നടന്നുകൊണ്ടിരുന്നത്. അക്കാലത്ത് ആരും അറിയുന്നില്ല ഇത് ദൈവാധിവാസത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് നടക്കുന്നതെന്ന് അന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അപ്രകാരം കഷ്ടപ്പെട്ട ആ തിരുടൽ പലപ്പോഴും വിശേഷപ്പെട്ട ദിനങ്ങളിലൊക്കെ പട്ടിണിയായിരുന്നു. കാരണം വിളമ്പി എത്തിക്കുമ്പോൾ എവിടുന്നെങ്കിലും ആരെങ്കിലും വരും, അവർക്കും കൂടെ കൊടുക്കും, പിന്നെ കഴിക്കാൻ കാണുകയില്ല. ആ സന്തോഷത്തോടുകൂടി അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കൊടുത്തു വരുമ്പോ അവസാനം കിട്ടാതെ വരും. ആ അങ്ങനെ പല ദിവസവും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. യാതൊരു പരാതിയും ആരോടും പറയാതെ ആ സന്തോഷമായി നിന്നതെല്ലാം അനുഭവിച്ച ആ തിരുവുടലിന്റെ പക്കനാൾ ദിനത്തിൽ ഇന്നിതെല്ലാം ഒരുക്കി വെച്ച് നമുക്ക് ആഘോഷിക്കുവാൻ ഇടയായത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം കഴിഞ്ഞ ദിവസം കാർത്തിക ആയിരുന്നു, ഇന്ന് രോഹിണിയും മകയിരവും കൂടെ ചേർന്ന് വന്ന ദിനമാണ്. നമ്മളെ സംബന്ധിച്ച് ആ നിയമപ്രകാരം, പഴയ നിയമപ്രകാരമാണ് പക്കനാളും പിറന്നാളും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നത്. പഴയ നിയമങ്ങളും പലതും നമ്മൾ സ്വീകരിക്കാറുണ്ടല്ലോ. ആ ദൈവമാണല്ലോ പുണ്യാത്മാക്കളിൽ കൂടി പലതും നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം അംഗീകരിക്കപ്പെട്ട പല നിയമങ്ങൾ ലോകത്തിലുണ്ട്. ആ നിയമങ്ങളിൽ ഒന്നാണ് ഈ പക്കനാളും പക്കപ്പിറന്നാളും ജന്മനക്ഷത്രവും എടുക്കുന്നത്. അതിന്റെ നിയമപ്രകാരം മകയിരം പക്കനാൾ ഇന്നാണ്. എന്നാൽ അഷ്ടമി രോഹിണിയും ഇന്നാണ്. നമുക്ക് ഈ ദിനം നമ്മൾ തീരുമാനിച്ചത് ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഉടനെ തന്നെ ഇത് വെച്ചാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകും. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ഇന്ന് മകയിരമാണെന്നുള്ളത് അറിയുന്നത്. ഇതെല്ലാം അപൂർവമായി ഈശ്വരൻ തന്നെ സമന്വയിപ്പിക്കുന്ന ചില പുണ്യദിനങ്ങളാണ്. അങ്ങനെ ഞായറാഴ്ചയുടെ പുണ്യം, ഓ മകയിരം പക്കനാളിന്റെ പുണ്യം, 27 ആചാര്യന്മാരുടെ വ്രതത്തിന്റെ 13ാം ദിനത്തിന്റെ തീവ്രമായ ആ പരിശുദ്ധി, അതിന്റെ തീവ്രമായ പരിശുദ്ധി. കാരണം 12 ദിനങ്ങളിലെ വ്രതം പൂർത്തീകരിച്ചു നിൽക്കുന്ന ദിനമാണ് 13ാമത്തെ ദിനം. അതിന് അതിൻ്റെതായ ഒരു തീവ്രതയുണ്ട്, അതിന്റെ ഒരു പരിശുദ്ധിയുണ്ട്. അതിന്റെ പുണ്യം
ഇതെല്ലാം കൂടി ഏകോപിച്ച ഈ ദിനത്തിൽ നമുക്കിങ്ങനെ ഓണം ആഘോഷിക്കുവാൻ ദൈവം അനുവദിച്ചത് നമുക്ക് നന്ദിയോടെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വളരെ ശാന്തമായി പോയി അതെല്ലാം വളരെ ആത്മസംയമനത്തോടുകൂടി അതെല്ലാം കൈകാര്യം ചെയ്ത് എല്ലാവരും സംതൃപ്തരായിട്ട് വേണം ഭവനങ്ങളിലേക്ക് പോകാൻ. അതിനകത്ത് യാതൊരു ബഹളത്തിന്റെയും ആവശ്യമില്ല. കാരണം സാധാരണ നമ്മൾ ആഹാരം വിളമ്പുന്നത് പാത്രത്തിലേക്ക് വിളമ്പി വിളമ്പി കൊടുക്കുന്നു, അവരവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി കഴിക്കുന്നു. അങ്ങനെയാണ് സാധാരണ ഞായറാഴ്ച. ഇത്രയും വിഭവങ്ങൾ ഉള്ളപ്പോ നമുക്ക് അങ്ങനെ പാത്രത്തിലേക്ക് വിളമ്പി കൊടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. അതിന് പ്രത്യേകമായ ഇലകൾ വരുത്തി അതെല്ലാം ക്രമീകരിച്ച് എല്ലാം അതിന്റെ ക്രമമനുസരിച്ച് വിളമ്പി വളരെ സന്തോഷമായി നിങ്ങൾക്ക് അനുഭവിക്കത്തക്ക വിധം എല്ലാം ഒരുക്കി അവിടെ വെച്ചിരിക്കുകയാണ്. അതിന്റെ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞ രാത്രിയിലും ഞാൻ മുളാന്തറയിൽ പോയിരുന്നു. കാരണം ഒരു പോരായ്മയും വരാതെ എന്റെ സന്താനങ്ങൾക്ക് ഇതെല്ലാം എത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പോയത്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം അത് നോക്കിക്കണ്ടു, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു, എല്ലാം സന്തോഷമായി ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി വേണ്ടത് ശാന്തമായി ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ആത്മസംയമനം നിങ്ങളിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. എല്ലാവർക്കും ആനന്ദാനുഭവമായി തീരട്ടെ. ഉന്നതമായ ഒരു കർമ്മം ഇനി നടക്കാൻ പോവുകയാണ്. 27 ആചാര്യന്മാരാൽ നടത്തുന്ന പ്രത്യേക നിയമപ്രാർത്ഥന ചൊവ്വാഴ്ച പ്രഭാതം മുതൽ ഞായറാഴ്ച മധ്യാഹ്നം വരെയാണ് അതിന്റെ നടത്തിപ്പ്. സാധാരണ ഞായറാഴ്ച പ്രഭാതത്തിൽ സമർപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോൾ ഇടയ്ക്ക് വന്ന് ഇത് കാണാൻ സാധിക്കാത്ത എന്റെ സന്താനങ്ങൾക്ക് ഇതിന്റെ ഒരുക്കങ്ങളും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി അതിന്റെ സമർപ്പണം ഞാൻ മധ്യാഹ്നത്തിലേക്ക് മാറ്റി. നേർച്ച സ്വീകരണവും ആരാർപ്പണവും ആരാധനയും കഴിഞ്ഞാണ് നമ്മൾ സമർപ്പിച്ചത്. ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രത്യേക നിയമങ്ങളിൽ പോലും ഈ വിധത്തിലുള്ള കരുതൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാവണം. രാവിലെ ഇത് സമർപ്പിച്ച് സ്വസ്ഥമായിട്ടിരിക്കാം, സന്തോഷമായിരിക്കാം, യാതൊരു കുഴപ്പവുമില്ല. മധ്യാഹ്നത്തിലേക്ക് ഇത് എത്തിക്കുന്നതും ഇതെല്ലാം ഇവിടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ ഇവിടെ പ്രവേശിപ്പിക്കുന്നതും വളരെ ശ്രമകരമായ കാര്യമാണ്. ആരുടെയെങ്കിലും ഒരു കയ്യോ കാലോ തട്ടി എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടായാൽ അത് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതെല്ലാം ഉള്ളിൽ കണ്ടുകൊണ്ട് ഇതിനു വേണ്ടി അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോടുള്ള കരുതലാണ്, എന്തിനു വേണ്ടിയുള്ള കരുതലാണ് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. അങ്ങനെ കരുണയോടുകൂടി കരുതലോടുകൂടി അവതാരമായി വന്നു നിന്ന് വാഴുന്ന ദൈവം ലോകത്തിൽ എന്നാളും വാഴണമേ, വാഴണമേ ദീർഘകാലം ഭൂതലത്തിൽ. വാഴണമേ, വാഴണമേ ആത്മാക്കളെ അനുഗ്രഹിപ്പാൻ ദീർഘകാലം വാഴണമേ. ആ സങ്കല്പത്തോടു കൂടിയാണ് നമ്മൾ 27 ആചാര്യന്മാരുടെ സ്തുതി നടത്തുന്നത്. ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന സർവ്വചരാചരങ്ങൾക്കും വേണ്ടി പ്രതിനിധികളായി നിന്നുകൊണ്ടാണ് 27 പേർ സ്തുതിക്കുന്നത്. അത് സർവർക്കും അനുഭവമായി വരുവാനും ദൈവലോകത്തിൽ പ്രത്യക്ഷമായി വാഴുവാനും സർവശക്തി ആ സ്തുതി ഗംഭീരമായി ഒരുക്കി നടത്തുമാറാകട്ടെ.
യാതൊരു വീഴ്ചതാഴ്ചകളും സംഭവിക്കാതെ അതിന്റെ എല്ലാ ഭക്തിയോടും പരിശുദ്ധിയോടും കൂടി തീവ്രമായ ജ്ഞാനവൈരാഗ്യത്തോടുകൂടി ഒത്തുനിന്ന് പ്രവർത്തിക്കുവാൻ ആചാര്യന്മാരിൽ ഉത്ബോധമായി ജഗദീശ്വരൻ വാഴുമാറാകട്ടെ. ആ സ്തുതി നടക്കുന്ന കാലയളവിൽ അതിലേക്ക് ആവശ്യമായ പൂജാദ്രവ്യങ്ങളും അതുപോലെ ആചാര്യന്മാർക്കുള്ള ചില സാധന സാമഗ്രികളും ഒക്കെയായി ആ പല ആളുകളും വന്നു ചേരുക പതിവാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളും ഒക്കെ ആയിട്ട് വരണമെന്ന് അല്ലി പറഞ്ഞതിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാഴ്ച എന്നുള്ളതേ ചിന്തിക്കാവൂ, അല്ലാതെ കെട്ടിപ്പറക്കി ഒരുപാട് കൊണ്ടുവരാൻ അല്ലി പറയുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ വന്ന് കാണാൻ നിങ്ങൾക്ക് ഇതിന്റെ ഫലം ലഭിക്കുവാൻ വേണ്ടിയാണ്. ആ വിധത്തിൽ പല ആളുകളും ധനങ്ങളും ധാന്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഈശ്വരൻ സ്വീകരിക്കട്ടെ, ഉന്നതനായ ലോകത്തിൽ വാഴുമാറാകട്ടെ. നമുക്ക് ഈ ആദർശത്തിന്റെ മഹിമ ലോകത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ വലിയ പ്രചരണങ്ങളോ പരസ്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും പ്രത്യേക പരസ്യം നമ്മൾ ചെയ്യുന്നത്? ഇല്ല, അങ്ങനെ പ്രത്യേക പരസ്യങ്ങളൊന്നും ചെയ്യാറില്ല. പലപ്പോഴും ചില പത്രങ്ങളിലൊക്കെ സപ്ലിമെന്റ് കൊടുക്കുന്നത് പോലും പത്രക്കാർ വന്ന് നിർബന്ധിച്ച് പറഞ്ഞു ചെയ്യിക്കുന്നതാണ്. അവരുടെ ഒരു തൃപ്തിക്ക് വേണ്ടി കുറച്ച് സ്ഥലത്തേക്കൊക്കെ ഒന്ന് കൊടുക്കുന്നതാണ്. അത് കണ്ടിട്ട് എന്റെ ഭക്തന്മാർ പലരും പറയാറുണ്ട്, അയ്യോ ഞങ്ങളുടെ സ്ഥലത്ത് കണ്ടില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ കൊടുത്തുള്ളൂ. കൊടുക്കുന്ന തുകയ്ക്കനുസരിച്ച് അവരിടുകയുള്ളൂ. ഒരു പ്രത്യേക ഏരിയ പറയും, അതിനെന്തെങ്കിലും ഒരു തുക കൊടുക്കും. അവര് പറയുന്ന ഭീമമായ തുക കൊടുത്ത് നിർവഹിക്കുവാനുള്ള മനസ്സനുവദിക്കുന്നില്ല. തന്നെയുമല്ല, ഈ സപ്ലിമെന്റ് ഒന്നും കണ്ടല്ലോ നിങ്ങൾ ആരും വന്നത്. എന്റെ ഭക്തന്മാർ ഈ ലോകത്തിൽ ജീവിക്കുന്ന ജീവിത സൗരഭ്യം നിങ്ങൾ നുകർന്നനുഭവിച്ചിട്ട് ആ സൗരഭ്യത്തെ കണ്ട് ആകൃഷ്ടരായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും സന്നിധാനത്തിൽ വന്നു ചേർന്നത്. അപ്പോ നിങ്ങൾ പരിശുദ്ധരായി ജീവിച്ചാൽ ലോകരംഗത്തേക്ക് ഇത് പ്രകാശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ പരിശുദ്ധമായി ജീവിക്കണമെങ്കിൽ പരിശുദ്ധ ജ്ഞാനം നമ്മൾ ഉണ്ടായിരിക്കണം. ആ പരിശുദ്ധ ജ്ഞാനമാണ് ജന്മാന്തര ജ്ഞാനമായി തന്നിരിക്കുന്നത്. ആ ജന്മാന്തര ജ്ഞാനത്തെ വേണ്ട വിധത്തിൽ ചിന്തിച്ച് ആലോചിച്ച് ആത്മാവിൽ തന്നെ ആത്മാവ് കൊണ്ട് കണ്ടറിഞ്ഞ് ആരാധിച്ച് ആനന്ദിക്കുവാൻ വേണ്ട മാർഗങ്ങളാണ് ഈ ഉപദേശിക്കുന്ന ആരാധനകളിലും ധാരാസ്തുതികളിലും ഭക്തനാളുകളിലും ഒക്കെ ഉപദേശിക്കുന്ന ഈ അറിവുകൾ. ഈ അറിവുകളെല്ലാം അതിലുള്ളതാണ്. ആ ജന്മാന്തര ജ്ഞാനത്തെ നിങ്ങളിലേക്ക് വേണ്ട വിധത്തിൽ നിലനിർത്തുവാനുള്ള അറിവുകളാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജന്മാന്തര ജ്ഞാനം ഒരു വൃക്ഷമാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ വളവും വെള്ളവുമാണ്. അതിന്റെ തത്വങ്ങളെ വേണ്ട വിധത്തിൽ അതിലേക്ക് സ്വീകരിക്കത്തക്ക വിധം ഉള്ള വളവും വെള്ളവും കൊടുക്കുന്നതിന് പകരമാണ് ഈ പ്രഭാഷണങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഈ കീർത്തനങ്ങളെല്ലാം അതിനുള്ളതാണ്. ഇങ്ങനെ അറിയിക്കുന്നതായ ഈ അറിവുകളും കീർത്തനങ്ങളും നമ്മൾ കീർത്തന പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത പല കാര്യങ്ങളും പ്രസിദ്ധീകരിക്കുന്ന ഒരു മാധ്യമം കൂടി നമുക്കുണ്ട്. അതിന്റെ പേരാണ് ശുഭാനന്ദ ദർശനം വേദാന്ത സാംസ്കാരിക മാസിക.
സാംസ്കാരിക ആത്മബോധോദയ സംഘത്തിന്റെ മുഖപത്രം എന്നാണ് അതിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ആത്മബോധോദയ സംഘത്തിന്റെ മുഖപത്രം എന്നാണ് നമ്മൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്ന ഓരോരുത്തരും ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്ന ഓരോരുത്തരും അത് വായിക്കുകയും അതിന്റെ അറിവുകളെ ചിന്തിക്കുകയും അതിനെ പരിശോധിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം ചെയ്യുകയും വേണ്ടത് അത്യാവശ്യമാണ്. ആ വിധത്തിൽ ചെയ്യാത്തതിൽ വളരെ കുണ്ഠിതം തോന്നുന്നുണ്ട്. കാരണം ഇത്രത്തോളം സന്താനങ്ങളുള്ള ഈ സ്ഥാപനത്തിൽ ഈ തരത്തിലൊരു മാസിക ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുവെന്നോ ഇതിൽ അറിവുകൾ ഉണ്ടെന്നോ ഇതുവരെയും അറിയാത്ത പല ആളുകളും ഉണ്ട്. ഉച്ചഭാഷണിയിലൂടെ ഇത് പറയുന്നതിന് എനിക്ക് അല്പം ലജ്ജയുണ്ട് എങ്കിലും, കാരണം എന്റെ സന്താനങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കേണ്ടവരാണ്. അത് ചെയ്യാതെ പോകുന്നത് എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഈ സന്നിധാനത്തിൽ അത്ഭുതമായ വഴികളിലൂടെ എത്തിച്ചേർന്ന നമ്മുടെ ജയന്തുകുമാർ ഭക്തൻ ഈ അടുത്ത സമയത്ത് ഈ മാസികയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. അദ്ദേഹം നേരത്തെ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന മാസിക അതിന്റെ സർക്കുലേഷന്റെ അളവ് ലക്ഷക്കണക്കിനാക്കി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അനേകം പരിശ്രമങ്ങൾ ചെയ്ത് പരിചയമുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ മാസികയോട് ഒരു ബന്ധവും അതിനോട് അന്വേഷണവും ഒക്കെ തോന്നി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അളവ് വളരെ കുറവാണെന്ന് തിരിച്ചറിവുണ്ടായി. അപ്പോ അതിനൊരു മാറ്റം ഉണ്ടാക്കണം. അമ്പൂറ്റി ഒന്ന് അനുവദിച്ചാൽ ഞാൻ അതിന് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് ആളുകളെ കൂടെ കൂട്ടി ഇതിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് ലോകരംഗത്തേക്ക് ഈ അറിവുകളൊക്കെ ഒന്ന് എത്തിക്കാൻ മഹാശക്തി അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. ഞാൻ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അതിന്റെ ഉപകരണങ്ങളും കൊടുത്തു. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ തന്നെ സമീപിച്ച്, വെളിയിൽ നിന്ന് വളരെ കുറവാണ്, ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ തന്നെ സമീപിച്ചപ്പോൾ പലർക്കും ഇത് കിട്ടുന്നില്ല, പലർക്കും ഇത് അറിയുക പോലുമില്ല. അത് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അങ്ങനെ പോരാ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മാധ്യമം നിങ്ങൾ എന്തെല്ലാം വില കൊടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ വാങ്ങുകയും യാതൊരു ആവശ്യമില്ലാതെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്നു. അങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന തുക ഒരു പ്രയോജനമില്ലാതെ പോകുമ്പോൾ ഈ കാര്യത്തിന് വേണ്ടി ഇത് ഉപയോഗപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നഷ്ടമാക്കാത്തവർ ഇത് വാങ്ങിക്കണ്ട എന്നല്ല അതിന്റെ അർത്ഥം. ഇത് നിങ്ങൾക്ക് എന്നും സന്തോഷവും നിങ്ങളുടെ പരമ്പരകൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ചിത്രകഥയും നോവലും വായിക്കുന്ന സുഖം ഇത് വായിച്ചാൽ കിട്ടുന്നതല്ല. ഇത് വായിച്ചാൽ ആത്മാവിന് ആനന്ദമാണ് ഉണ്ടാകുന്നത്. ഈ അറിയിക്കുന്ന അറിവുകളെ വീണ്ടും ചിന്തിക്കുവാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. ഓരോ ശരീരവാഴ്ചയിലൂടെയും ഈ സ്ഥൂലപ്രകൃതിയിലേക്ക് പ്രദാനം ചെയ്ത ആ ജ്ഞാനബ്രഹ്മം അക്ഷരങ്ങളാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പ്രകാശിപ്പിച്ച പുസ്തകങ്ങളാണ് ശുഭാനന്ദ ദർശനം മാസികയും അതുപോലുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളും. അപ്പൊ നിരന്തരമായി ഇത് വായിക്കുകയും അതിനോടൊരു ബന്ധം പുലർത്തുകയും ചെയ്താൽ ഉന്നതമായ പരമഭാഗ്യത്തിൽ എത്തുവാൻ കഴിയും. അതുകൊണ്ട് അതിൽ ഏർപ്പെട്ടിട്ടില്ലാത്തവർ എത്രയും വേഗം ഏർപ്പെടുക. നമ്മുടെ സഭയിലോ സ്ഥാപനങ്ങളിലോ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ആരെങ്കിലും അത് എടുത്തിട്ടില്ല എങ്കിൽ അതെടുക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഏറ്റവും വേഗം നല്ല അംഗസംഖ്യയുള്ള ഒരു മാസികയായി തീരുവാൻ തക്കവിധം നിങ്ങൾ ഒത്തൊന്ന് പരിശ്രമിച്ചാൽ മതി, എല്ലാം നടന്നുകൊള്ളും. ഇത് എന്റെ ആവശ്യമായി ഞാൻ ഇവിടെ നിന്ന് പറയുന്നു. നിങ്ങൾക്കത് ആവശ്യമാണെന്ന് തോന്നുന്നു, ഇത് ചെയ്യണം എന്ന് പൂർണ്ണമായി തീരുമാനിക്കുന്നത് കൈ ഉയർത്തിക്കണ്ട. അപ്പൊ നിങ്ങൾ ഒത്തു നിന്ന് പ്രവർത്തിച്ചുകൊള്ളുക. ഇവിടെ നിന്നും
പുറപ്പെടുന്ന ശബ്ദങ്ങളും ഈ വിധത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളും ഭഗവാന്റെ അനുവാദത്തോടുകൂടിയുള്ള സർവ്വകാര്യങ്ങളും ലോകത്തിലേക്ക് പ്രചരിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണെന്ന് ഓരോരുത്തരും തീരുമാനിച്ചാൽ എത്രയും വേഗം ആത്മബോധോദയ സംഘം ആത്മലോകത്തെ ഭരിക്കപ്പെടും. സത്യം സത്യം സത്യം. അങ്ങനെ ഒരു ലോകം, അങ്ങനെ ഒരു സത്യലോകം, അങ്ങനെ ഒരു ധർമ്മലോകം ലോകത്തിൽ കാണപ്പെടുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ ഈ ദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സന്താനങ്ങളെയും ഞാനിത് ആളാമ്പ്രതി ദർശിക്കുകയാണ്. ഓരോരുത്തരും അർപ്പിച്ച നേർച്ചകളും കാഴ്ചകളും കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ കൊണ്ടുവന്ന് അർപ്പിച്ചുകൊണ്ടിരുന്ന കാഴ്ചകളും എല്ലാം ഞാൻ സ്വീകരിക്കുന്നു. എല്ലാം 10 മടങ്ങ് വർദ്ധിച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുമാറാകട്ടെ. അടുത്ത വർഷം ഇതിലുപരിയായ സന്തോഷത്തിൽ ഇത് ആഘോഷിക്കുവാൻ അനുവദിക്കട്ടെ. മഹാശക്തിയും ദൂതന്മാരും നിങ്ങൾക്ക് കാവലായി വാഴുമാറാകട്ടെ. പ്രത്യക്ഷ ദൈവത്തിന്റെ അത്ഭുത വാഴ്ച ഈ ലോകത്തിലുണ്ടെന്നുള്ള പരമസത്യം ആത്മലോകത്തെ അറിയിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രകാശഗോപുരങ്ങളായി തീരേണ്ടത് അത്യാവശ്യമാണ്. ആ വിധത്തിൽ തീരുവാൻ നിങ്ങൾക്ക് കൂടി മാതൃകയാകത്തക്ക വിധമാണ് ഇതാ വിളംബര ഗോപുരത്തെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം ഒരു വാഴ്ച, ഇപ്രകാരം ഒരു അവതാരം, ജ്ഞാനഖഡ്ഗിയായി ലോകത്തിൽ വാഴുന്നുവെന്ന പരമസത്യം ആത്മലോകത്തെ അറിയിക്കുവാൻ വേണ്ടി ആത്മനാഥൻ നേരിട്ട് നിന്ന് നടത്തുന്ന മഹാഗോപുര നിർമ്മാണമാണ്. ഏറ്റവും വേഗത പൂർത്തീകരിക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിന്റെ മനോഹരമായ അവസ്ഥാവിശേഷങ്ങളെ ആത്മാവിലേക്ക് ആവിർഭവിപ്പിച്ച് അവതരിപ്പിക്കുവാൻ തക്കവിധം ആത്മദീപമായി നിലനിർത്തിയിരിക്കുന്ന ആത്മാനന്ദ ദീപത്തെ ആ ഉന്നതമായി ആയുരാരോഗ്യത്തോടുകൂടി മഹാശക്തി എന്നും നിലനിർത്തുമാറാകട്ടെ. അതിലേക്കായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം കരുതപ്പെടുമാറാകട്ടെ. ഓദര ശാഖാശ്രമത്തിന്റെ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് അതിന്റെ 3ാമത്തെ ദിനം. കഴിയുന്നിടത്തോളം സന്താനങ്ങൾ അവിടെയും പോയി പങ്കെടുക്കണം. അത് കഴിഞ്ഞ് ആ പടയണിപ്പാറയിലും ഡൽഹിയിലും അടുത്ത മാസം നടക്കാനുണ്ട്. അതെല്ലാം ഉന്നതമായ നിലയിൽ ഈശ്വരൻ നടത്തുമാറാകട്ടെ. ഈ വരുന്ന 3-ാം തീയതി നമ്മുടെ 12 വെള്ളിയാഴ്ച വ്രതവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന തീർത്ഥാടനവും ഉന്നതമായി നടത്തപ്പെടുവാൻ സർവശക്തിയും ദേവീ ദേവന്മാരും ദൂത പരമ്പരകളും പ്രകൃതിയും തുണയായിരിക്കണമേ. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും തീർത്ഥാടകരായി എത്തുന്നവരുടെ യാത്രയിൽ അവരുടെ വാഹനങ്ങളിൽ മഹാശക്തിയുടെ കാവലുണ്ടാകണമേ. അടിയങ്ങൾ ഓടി വരുമ്പോൾ അടിയങ്ങൾക്ക് കാണുവാൻ തക്കവിധം മഹാശക്തി വൻപിച്ചവാനായി ഇവിടെ വാഴണമേ എന്ന സങ്കല്പത്തോടുകൂടി നടത്തുന്ന ഏകദിന സങ്കല്പ പ്രാർത്ഥന എല്ലാ ശാഖാശ്രമങ്ങളിലും സഭകളിലും നടത്തപ്പെടണമെന്ന് ഞാനിതാ പ്രത്യേകം അറിയിക്കുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള പ്രത്യേക നോട്ടീസ് തയ്യാറായിട്ടുണ്ട്. അത് ശാഖയിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികൾ പോയി കൈപ്പറ്റുക. ആരാധനകളിലെല്ലാം അത് വായിക്കുക. ആരാധനകൾ വരാൻ നിർവാഹമില്ലാതെ ഭവനങ്ങളിൽ ഇരിക്കുന്നവരെ പ്രത്യേകം വിളിച്ചറിയിക്കുക. വേറൊരു കാര്യം കൂടി അറിയിക്കാനുള്ളത്, 1-2 ആരാധനകളിൽ ഒരു കുടുംബത്തിൽ നിന്ന് ആരും വരുന്നില്ല എങ്കിൽ
കുടുംബത്തിൽ നിന്ന് ആരും വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ പേർ ചേർന്ന് അവിടെ പോയത് അന്വേഷിക്കുകയും എന്തെങ്കിലും ദുഃഖകാരണം ഉണ്ടെങ്കിൽ അതിന് പരിഹരിക്കുവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ പോകുന്ന പ്രതിനിധികളാൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവരെ വിളിച്ചിവിടെ കൊണ്ടുവന്ന് എന്റെ മുൻപിൽ ഈ ദുഃഖത്തെ അറിയിച്ച് പരിഹരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ദുഃഖമില്ലാത്ത കുടുംബങ്ങൾ ലോകത്തിൽ വർദ്ധിക്കട്ടെ. ശുഭാനന്ദ കുടുംബങ്ങൾ ലോകത്തിൽ വർദ്ധിക്കട്ടെ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ 12 വെള്ളിയാഴ്ച വ്രതമനുഷ്ഠിക്കട്ടെ. വ്രതമനുഷ്ഠിച്ചവർ ഒത്തുചേർന്ന് തീർത്ഥാടകരായി എത്തിച്ചേരട്ടെ. എല്ലാം ആനന്ദമായി നടത്തപ്പെടട്ടെ. ആ 10-ാം തീയതി മുതലാണ് 12 വെള്ളിയാഴ്ച വ്രതം ആരംഭിക്കുന്നത്. ഏറ്റവും ഭംഗിയായി ശക്തിയായി വ്രതമെടുത്തുകൊണ്ട് ഇരുമുടി കെട്ടുകളുമായി ഏന്തി സന്നിധാനത്തിൽ എത്തിച്ചേരുവാൻ മഹാശക്തി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിൽ ഒരുക്കുമാറാകട്ടെ. മാറ്റമില്ലാത്ത ദൈവം, മാറ്റമില്ലാത്ത ശക്തി, മാറ്റമില്ലാത്ത വാഴ്ച എന്നും നിങ്ങൾക്ക് അനുഭവമാകുവാൻ സർവശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ. സർവശക്തി നിങ്ങളിൽ നിറഞ്ഞു വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി ഇവിടെ വാഴുമാറാകട്ടെ. സർവലോകനാഥൻ വാഴുമാറാകട്ടെ. ആത്മരക്ഷകൻ വാഴുമാറാകട്ടെ. സർവരക്ഷകനാകുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യത്തിൽ എന്നും ജീവിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവരുമോ കണ്ണ നിന്നുടെ കളിയാട്ടമോ, പതിവരുമോ കണ്ണ നിന്നുടെ കളിയാട്ടമോ,
നാദ